ആർ സി ബി രണ്ടാമത് കപ്പടിച്ചപ്പോൾ നമ്മൾ വാനോളം വാഴ്ത്തിയത് ക്യാപ്റ്റൻ രജത് പട്ടിഡാർ, വിരാട് കോഹ്ലി, കൃണാൽ പാണ്ഡ്യ, ഹേസൽവുഡ്, ഭുവനേശ്വർ കുമാർ, അല്ലേ? സത്യമാണ്, അവരുടെ പങ്ക് വലുതാണ്, വലിയതാണ്. എന്നാൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവരെക്കാൾ പ്രവർത്തിച്ചവർ പിന്നാമ്പുറത്തുമുണ്ട്. അവരെ അങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. ഹെഡ് കോച്ച് ആൻഡി ഫ്ലവർ, ടീം ഡയറക്ടർ മൊബോ ബാറ്റ്, ഇവരുടെ സംഭാവന അൺബിലീവബിളാണ്. ഇവർ 2024 ചാർജ് ഏറ്റെടുത്തപ്പോൾ മുതൽ ടീം ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും ഓരോ റോൾ, ഇന്നയാൾക്ക് ഇന്ന റോൾ, ഇന്നയാൾക്ക് ഇന്ന റോൾ. പിന്നെ ഇവർ ഓപ്ഷനിലും മിനി ഓപ്ഷനിലും ഒക്കെ പ്ലെയേഴ്സിനെ തിരഞ്ഞെടുത്തത്, ഒരു പ്ലെയറെ വിട്ടുകൊടുത്തെങ്കിൽ അതേപോലത്തെ സെയിം പ്ലെയറെയൊക്കെ വിളിച്ചെടുക്കുക. പിന്നെ അല്ലാതെ സ്കൗട്ട് ചെയ്ത് കൊണ്ടുവരിക. ഇപ്പം കഴിഞ്ഞ വർഷം യാഷ് ദയാൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. എന്നാൽ ഈ വർഷം അദ്ദേഹത്തിനെ അവർ ഒഴിവാക്കി, പകരം റാസിക് ദാറിനെ കൊണ്ടുവന്നു. ഇമ്പാക്റ്റ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ പല പരിപാടികളും ഈ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്ത് ടീമിനെ കളിക്കളത്തിൽ അതിശക്തരാക്കിയത് ആൻഡി ഫ്ലവറും ഈ മൊബ ബാറ്റും കൂടിയിട്ടാണ്. എന്നാൽ ഇവരുടെ കോൺട്രാക്റ്റ് അവസാനിച്ചിരിക്കാം. 3 വർഷത്തേക്കുള്ള കോൺട്രാക്റ്റായിരുന്നു. ഇനി ഈ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യുമോ? അടുത്ത വർഷം ചെയ്യുമോ? ചെയ്യേണ്ടത് പുതിയ ഓണർമാരാണ്, അല്ലേ? കാരണം ആർ സി ബി വിറ്റല്ലോ. അപ്പോൾ അടുത്ത സീസൺ മുതൽ പുതിയ ഓണർമാരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അവർ ആൻഡി ഫ്ലവറിനെയും മൊബ ബാറ്റിനെയൊക്കെ റിന്യൂ ചെയ്ത് കൂടെ കൊണ്ടുവരുമോ എന്നൊക്കെ നമ്മൾ കണ്ടറിയണം. കൊണ്ടുവരുന്നതാണ് ആർ സി ബിക്ക് നന്നാവുക. കാരണം ഇപ്പോൾ ഒരു പീക്കിലാണ് ഒക്കെ നിൽക്കുന്നത്. അവിടെ വേറെ ആളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡൗൺഫാളിലേക്ക് പോയേക്കാം. സോ ഒരു 2-3 വർഷം കൂടി ഇവന്മാരെ തന്നെ ഇങ്ങനെ ഏൽപ്പിക്കണം. എങ്കിൽ ഹാട്രിക് കിരീടവും അജയശക്തിയായി ആർ സി ബി മാറും.